പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ നാസർ മാസ്റ്ററിനൊപ്പമാണ് വൺ ന്യൂസ് ഇപ്പോഴുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിവാദമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കാനുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ ഒരു സംഘടനയും പാർട്ടി ചിഹ്നമോ മറ്റോ ഉപയോഗിച്ച് ഭക്ഷണ വിതരണം നടത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ടാണെന്ന രീതിയിൽ അവരത് ഏറ്റെടുത്തു. വലിയ പ്രതിഷേധമുയർന്നു. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലൊക്കെ അവർ ഭക്ഷണ വിതരണം ഒന്നുകൂടി സജീവമാക്കി, കൂടുതലാക്കി. അപ്പോൾ അവർ തന്നെ പറയുന്നത് തടയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, ഇത് ജനങ്ങൾ ഏറ്റെടുത്തതാണെന്ന്. ഇദ്ദേഹത്തോട് ചോദിക്കാം, കാരണം ഇവരുടെ പാർട്ടി മുസ്ലിം ലീഗ് CH സെന്റർ വഴിയൊക്കെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ, ഭക്ഷണ വിതരണമൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആരോഗ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച്, ഡിവൈഎഫ്ഐയുടെ പൊതുച്ചേറിനെ കുറിച്ച് എന്ന രീതിയിലൊക്കെ വരുന്നതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആരോഗ്യമന്ത്രി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡോ ബാനറോ അതുപോലെ തന്നെ കൊടിയോ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി, DYFI പോലത്തെ രാഷ്ട്രീയ പാർട്ടി ഇത്ര അസ്വസ്ഥമാകേണ്ട ആവശ്യമില്ല. കാരണം ആ വിഷയത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഭക്ഷണ വിതരണം നടത്തുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംവിധാനം മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള CH സെന്ററുകളാണ്. അപ്പൊ അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഈ ചെയ്യുന്ന സേവന പ്രവർത്തനത്തിന് മുസ്ലിം ലീഗ് കൊടിയോ ബാനറോ ഒന്നും വെക്കാറില്ല. നേരെ മറിച്ച് ഇത്തരം ചാരിറ്റി സംഘടനകൾ, ആ സംഘടനകളുടെ അഡ്രസ്സിൽ ഇങ്ങനെ നടത്തിപ്പോരാണ്. അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് ഉദ്ദേശിച്ച് മുസ്ലിം ലീഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം രാഷ്ട്രീയ ദുരുദ്ദേശം വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. സേവന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യം വേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാം, അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്തിനാ ഒരു കൊടി, അവിടെ എന്തിനാ ഒരു ബാനർ, അത് പാടില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം ലീഗിന് ഒരുപാട് CH സെന്ററുകളുണ്ട്. ആ CH സെന്ററുകൾ വെച്ച് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പതാക, അവിടെ മുസ്ലിം ലീഗിന്റെ ഒരു ബാനർ ഇന്ന് വരെ എവിടെയും വെച്ചിട്ടില്ല. അപ്പൊ ഈ ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ പ്രവർത്തനം, അതായത് ഒരുപാട് പേര് ഏറ്റെടുത്ത, ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. ഒരു വീടുകളിലും പോയി ഭക്ഷണം, പൊതിച്ചോറ് വാങ്ങുന്നു. അത് ഒരു മേഖലാ തലത്തിൽ കൊണ്ടുവരുന്നു. ജനറൽ ആശുപത്രിയാണ്, സർക്കാർ ആശുപത്രി, സാധാരണ PSC ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണ്. ഏറ്റവും കൂടുതൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് എത്തിച്ചു കൊടുക്കുക. അതൊരു വലിയ നന്മയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. സമൂഹം അത് അംഗീകരിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതിന് തടയിടാൻ ഉദ്ദേശിച്ചാണ് ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് എന്ന രീതിയിലുണ്ട്. പിറ്റേ ദിവസം തന്നെ മന്ത്രി അത് തിരുത്തി മാറ്റി പറയുകയും ചെയ്തു. അപ്പോൾ എന്താ പറയാ, പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു സംഭവത്തിനെ തടയിടുന്നു എന്ന് പൊതുജനങ്ങൾക്ക് തോന്നിയാൽ, ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ UDF അധികാരത്തിലെത്തിയിട്ട്. ഈ 2 മാസം കൊണ്ട് എതിർ പാർട്ടിക്കാർക്ക് സമര കോലാഹലം നടത്താനുള്ള വിഷയങ്ങളായി. അപ്പോൾ 5 വർഷം സമരത്തിന്റെ എന്താ പറയാ കുത്തൊഴുക്കായിരിക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നിച്ചാൽ ഇത്തരം സംഭവങ്ങളെ എങ്ങനെ കാണേണ്ടി? വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ ദുരന്ത മേഖലയിൽ വൈറ്റുകാട് ഭക്ഷണം കൊടുക്കണ്ടായി. ആ ഭക്ഷണം കൊടുത്ത സമയത്ത് സർക്കാരിന്റെ മന്ത്രിമാരിടപെട്ട് ഒരിക്കലും അത് വൈറ്റുകാടിന്റെ കെയർ ഓഫിൽ പാടില്ല എന്ന് പറയുകയും അത് തടയും ചെയ്തു. എന്നിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ കേന്ദ്രീകരിച്ചിട്ടാണ് അതുവഴിയാണ് ഭക്ഷണം വിതരണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഒരു പതാക അവിടെ ഉണ്ടായിട്ടില്ല, മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള ഒരു ബാനർ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗിന്റെ കെയർ ഓഫിലുള്ള സന്നദ്ധ സംഘടനകൾ, അത് DYFI കൊണ്ട് CPM-നൊക്കെ ഉണ്ടല്ലോ, അവരെ കേന്ദ്രീകരിച്ചിട്ട് ബാനറോ ബോർഡോ ഒന്നും ഇല്ലാതെ ഒരു രാഷ്ട്രീയ അഡ്രസ്സിലല്ലാതെ ആർക്കും എന്തും ചെയ്യാലോ. നമ്മൾ ചെയ്യുന്നത് ഒരു കേന്ദ്രീകൃത സ്ഥലത്ത് നിന്ന് ഭക്ഷണം പാകം ചെയ്തിട്ട് വിതരണം ചെയ്യണം. വിവിധ വീടുകളിൽ പോയിട്ട് വിവിധ അടുക്കളയിൽ പാകം ചെയ്യുന്ന പലതരം ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന രീതിയേക്കാൾ ഏറ്റവും നല്ല രീതി സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ CH സെന്ററുകൾ. എന്നിട്ട് പോലും അത് പാടില്ല എന്ന് പറഞ്ഞ് ആ ദുരന്ത മേഖലയിൽ പോലും രാഷ്ട്രീയം കണ്ട ആളുകളാണ് അവർക്കൊരിക്കലും ഇത് പറയാനുള്ള അർഹതല്ല. സമരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ 10 വർഷക്കാലം. സമരത്തിൽ നിന്നൊക്കെ ഒളിച്ചോടിയിട്ട് അവർ അടങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു കാരണം കിട്ടുമ്പോൾ സമരമായിട്ട് വരും. അതിന് വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഒരിക്കലും ആശുപത്രി കേന്ദ്രീകരിച്ച് ഫുഡ് കൊടുക്കേണ്ടതെന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല. അത് UDFന്റെ നയമല്ല. പക്ഷേ അവിടെ കൊടിയോ ബാനറോ വേണ്ട. അതൊരു രാഷ്ട്രീയ അഡ്രസ്സിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ആർക്കും ആണെങ്കിലും കൊടുത്തോട്ടെ.
ഇഷ്ടംപോലെ കൊടുക്കാമല്ലോ. ഏത് സമയത്ത് വേണമെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം, ഉച്ചക്ക് ഉച്ചഭക്ഷണം കൊടുത്തോട്ടെ, രാത്രി ഡിന്നർ കൊടുത്തോട്ടെ, ഒന്നും ഒരു തടസ്സമല്ല. പക്ഷെ അവിടെ എന്തിനൊരു കൊടി, അവിടെ എന്തിനൊരു ബാനർ? അല്ല, ഇപ്പൊ ഈ ഇതിന് ശേഷം ഇപ്പോ ഇന്നലെയും ഇന്നുമായിട്ട് ഇപ്പോ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വരലൊക്കെ ശരിക്കും പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ കൊടി എല്ലാ തരത്തിലും കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ, ഞങ്ങൾ ഇങ്ങനെ വരികയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് തടയാൻ പറ്റുമോ എന്ന തരത്തിൽ കൂടുതൽ കൊടികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നാണ് ഇപ്പോൾ ഭക്ഷണ വിതരണം. അപ്പോൾ സർക്കാരിനെതിരെ, സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഉത്തരവിനെതിരെ, അദ്ദേഹം പറഞ്ഞതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. ഇനി ഇത് തടയാനെങ്ങാൻ ശ്രമിച്ചാൽ അത് പ്രതിഷേധം അതിരുവിടും എന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയായിരിക്കുമോ അത്? ഇതൊരു സമര പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും നടക്കും. പക്ഷേ ഇതിൽ മന്ത്രി ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് പൊതുജനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മാത്രമുള്ള താല്പര്യമാണ് ഈ ഭക്ഷണ വിതരണം എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിച്ച് സമരം നടത്തുക തന്നെ അത് അവരുടെ റൈറ്റ് ആണ്, അത് നടത്താം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതേസമയത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഈ രൂപത്തിലേ പറ്റൂ എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ രീതി. എന്തായാലും ഭക്ഷണ വിതരണത്തിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി ഇങ്ങനെയൊന്നും വേണ്ട എന്ന് മന്ത്രി പറഞ്ഞതിനെ കെ നാസർ മാസ്റ്ററും പറയുന്നു. ഭക്ഷണം ശരിയാണ്, സ്വീറ്റ് സെന്ററുകൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ രോഗികളെ പരിചരിക്കുക, അത് നുണയല്ല, സത്യമാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള CH സെന്ററുകൾ വഴി ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണമായിക്കോട്ടെ, മരുന്നായിക്കോട്ടെ, ചികിത്സ ആയിക്കോട്ടെ, ആശ്രയമായിക്കോട്ടെ എല്ലാം കിട്ടുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ KMCC ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അനുഭവങ്ങളുണ്ട്, പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ജനറൽ ഈ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് CH സെന്ററുകൾ വഴി ഒരുപാട് ഭക്ഷണ വിതരണമൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കൊടിയും ചിഹ്നങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് നാസർ മാസ്റ്റർ പറയുന്നു. പോയി നോക്കി കണ്ടിട്ടുള്ളവർക്ക് ആ രീതിയിൽ എടുക്കാം. അപ്പോൾ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തിൽ അതിനെ എതിര് പറയുന്നില്ല, ഭക്ഷണം കൊടുക്കണം. പക്ഷേ പാർട്ടി ചിഹ്നവും കൊടിയൊക്കെ ഉപയോഗിക്കുന്നതിനെയാണ് മന്ത്രി എതിർത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഭക്ഷണ വിതരണം എല്ലാം രാഷ്ട്രീയം കലങ്ങി പറഞ്ഞ സങ്കുചിതത്വത്തോടെ പോകുന്നതിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ജനം ഇതെല്ലാം വേർതിരിച്ച് വിവേചിച്ച് മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജബാർ വേണാട്ട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.